ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് വെറും 2 ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു കിടിലൻ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അത്രയും അളവിൽ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആകെ ഈ 2 ചേരുവകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ 2 ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് കിഡിലൻ ചോക്ലേറ്റ് ട്രഫിൾ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് കോക്കോ പൗഡർ ആണെങ്കിലും ഡാർക്ക് അല്ലാത്ത കോക്കോ പൗഡർ ആണെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്തിട്ട് ഞാൻ എത്രയാണ് കോക്കോ പൗഡർ ഇത് ചെയ്തെടുക്കാനായിട്ട് ചേർത്തത് എന്ന് ഞാൻ പറയാം. കോക്കോ പൗഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന കോക്കോ പൗഡർ എനിക്ക് തോന്നിയിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ കോക്കോ പൗഡറാണ്. അപ്പോൾ അത് ഒരുവിധം എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു ടൈപ്പ്, അതായത് ഒരു ബ്രാൻഡ് കോക്കോ പൗഡറാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് കോക്കോ പൗഡർ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടും ഇത്തിരി ലൂസായിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് 1/4 കപ്പ് കൂടി കോക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ബാച്ച് 1/4 കപ്പ് കോക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം ഇതിലേക്ക് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോക്കോ പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് 1 കപ്പ് അളവിലാണ് കോക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാമാണ്. 250 ഗ്രാം കോക്കോ പൗഡറിലേക്ക് 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, ആ ഒരു അളവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റായിട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി ഫ്രീസറിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ നേരം വെച്ചിട്ടില്ല. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നിങ്ങൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ പീസും എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫോട്ടോ എടുക്കാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറും 2 ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്